ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 9th ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഹാഫ് എ ഡേ എന്നാണ്. നമുക്ക് നേരെ സ്റ്റോറി വായിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ടൈം മൂവ്സ് ഓൺ കോൺസ്റ്റന്റ്ലി ഷേപ്പിംഗ് അവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. എന്താ ഇവിടെ പറയുന്നത്? സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിർത്താതെ. നമ്മളുടെ ഭൂതകാലം പാസ്റ്റിനെയും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രസന്റിനെയും ഇനി നമ്മുടെ ഭാവിയെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് ഈ സമയമാണ്. മെമ്മറീസ് ആർ ലൈക്ക് ത്രെഡ്സ് woven into the fabric of our lives in the moments of joy and sorrow. Do you agree? ഓർമ്മകൾ നമ്മളുടെ ജീവിതമാകുന്ന തുണിയിലേക്ക് നെയ്തെടുക്കുന്ന ഓരോ നൂലുകളാണ്. അതിൽ സങ്കടവും സന്തോഷവും ഉണ്ട്. Now let's read a short story portraying a man's journey of life and the changes that take place in his surroundings and society. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതയാത്രയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും സമൂഹത്തിലുള്ള മാറ്റങ്ങളൊക്കെ കാണുന്ന ഒരു കഥ നമുക്ക് വായിക്കാം. നമ്മുടെ കഥയുടെ പേര് വരുന്നത് ഹാഫ് എ ഡേ എന്നാണ്. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. അപ്പൊ നമ്മുടെ നറേറ്റ് അച്ഛന്റെ വലത് കൈ മുറുകെ പിടിച്ചിട്ട് അച്ഛനോടൊപ്പം നടക്കുകയാണ്. അച്ഛന്റെ വേഗതയിൽ എത്താൻ വേണ്ടിയിട്ട് അവൻ ഓടുന്നുണ്ട്. All my clothes were new, the black shoes, the green school uniform and the red tarbouche. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ പുതിയതാണ്. എന്തൊക്കെയാണ് പുതിയതായിട്ട് ധരിച്ചിരിക്കുന്നത്? ബ്ലാക്ക് ഷൂസ് ഉണ്ട്, ഗ്രീൻ കളറിലുള്ള സ്കൂൾ യൂണിഫോം ഉണ്ട്, റെഡ് കളറിലുള്ള ടർബൂഷ് ഉണ്ട്. ടർബൂഷ് എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ്. തലയിൽ ഒരു വശത്ത് ഇങ്ങനെ ടാസിൽസ് ഒക്കെ തൂങ്ങിക്കിടക്കുന്ന തൊപ്പിയെയാണ് ടർബൂഷ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചിത്രത്തിൽ അത് കാണാം. My delight in my new clothes, however, was mixed, for this was no feast day, but the day on which I was to be cast into school for the first time. പക്ഷെ ഈ പുതിയ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്താ കാരണം? ഇതൊരു ഫീസ്റ്റ് ഡേ അല്ല. ഫീസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ പെരുന്നാളൊന്നും അല്ല. എന്താണ്? ഞാൻ പുതിയ സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസമാണ്. അപ്പൊ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. My mother stood at the window watching us, and I would run toward her from time to time, appealing for help. അപ്പൊ എന്റെ അമ്മ ജനലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്നത് നോക്കിയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് അമ്മയുടെ അടുത്ത് ഹെൽപ്പിന് വേണ്ടി ഓടിപ്പോയാലോ എന്ന്. We walked along a street lined with gardens. എന്നിട്ട് അവര് നടക്കുകയാണ്. നടക്കുമ്പോൾ എന്താ കാണുന്നത്? രണ്ട് വശത്തും പൂന്തോട്ടമുള്ള ഒരു സ്ട്രീറ്റ്, ഒരു തെരുവിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. On both sides were extensive fields planted with crops, prickly pears, henna trees and a few date palms. അപ്പൊ ഈ ഗാർഡൻസ്, ഈ രണ്ട് വശത്ത് എന്തൊക്കെ തരം ക്രോപ്സ് ആണുള്ളത്? പ്രിക്ലി പിയേഴ്സ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ള പിയേഴ്സ് ഉണ്ട്, ചെടികളുണ്ട്. ഹെന്ന ട്രീസ്, മൈലാഞ്ചിയുടെ മരങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ് പാംസും ഉണ്ട്, പന, ഈന്തപ്പനയൊക്കെ ഉണ്ട്. Why school? I challenged my father openly. I shall never do anything to annoy you. അപ്പൊ കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? ഞാൻ അച്ഛനെ ശല്യം ചെയ്യാനായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ സ്കൂളിൽ വിടുന്നതെന്ന് അച്ഛനോട് ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യാണ്. ഐ എം നോട്ട് പണിഷിങ് യു, ആം ഐ? ഹി സെഡ് laughing. അപ്പൊ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യാണോ? അല്ലല്ലോ. സ്കൂൾസ് നോട്ട് എ പണിഷ്മെന്റ്. അച്ഛൻ പറയാണ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. ഇറ്റ്സ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ. ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളർന്നു വലുതാവണ്ടേ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പൊ അച്ഛൻ പറയാണ്, സ്കൂളിൽ പോകുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, നിന്നെ നല്ലൊരു പൗരനായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ വിടുന്നത്. ഐ വാസ് നോട്ട് കൺവീൻസ്ഡ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടും കുട്ടി കൺവീൻസ് ആയിട്ടില്ല. I did not believe there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. അപ്പൊ കുട്ടി പറയാണ്, എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നുന്നില്ല വീടിന്റെ ഈ ഒരു ഇന്റിമസി എന്ന്, വീട്ടിലെല്ലാവരോടുള്ള ഈ അടുപ്പത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവിടുന്ന് വലിച്ച് സ്കൂളിലേക്ക് നടുന്നതിൽ എനിക്കൊരു ഇഷ്ടമില്ല. ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വോൾഡ് ഫോർട്രസ്, സ്റ്റേൺ ആൻഡ് ഗ്രിം. ഇപ്പൊ സ്കൂൾ എങ്ങനെയാണ് കാണാനായിട്ട്? ആ സ്കൂളിന്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചുമരുള്ള ഒരു കോട്ട പോലെയാണ്. വളരെ സ്റ്റേൺ ആയിട്ട്, കഠിനമായിട്ട് നിൽക്കുന്ന ഒരു കോട്ട പോലെയാണ് എനിക്ക് ആ സ്കൂൾ കണ്ടിട്ട് തോന്നുന്നത്. When we arrived at the gate, we could see the courtyard vast and crammed, full of boys and girls. അങ്ങനെ ഞങ്ങൾ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോൾ സ്കൂളിന്റെ ആ മുറ്റം, കോർട്ട്യാർഡൊക്കെ കണ്ടു. അവിടെ നിറയെ ബോയ്സും ഗേൾസും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. Go in by yourself, said my father, and join them. അച്ഛൻ പറയാണ്, നീ തന്നെ അകത്ത് പോയിട്ട് അവരുടെ കൂടെ ജോയിൻ ചെയ്യൂ. Put a smile on your face and be a good example to others, won't you? ചിരിച്ച് എല്ലാവർക്കും നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് സ്കൂളിൽ പോകാനാണ് അച്ഛൻ ഈ കുട്ടിയോട് പറയുന്നത്. I hesitated and clung to his hand, but he gently pushed me from him. അപ്പൊ ഞാൻ ഹെസിറ്റന്റ് ആയിട്ട് മടിയോട് കൂടിയിട്ട് അച്ഛന്റെ കയ്യിൽ വീണ്ടും ഇങ്ങനെ മുറുക്കി പിടിക്കുകയാണ്. പക്ഷെ അച്ഛൻ എന്നെ പതുക്കെ അച്ഛനിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തു. ബി ബോൾഡ്, ഹി സെഡ്. അപ്പൊ അച്ഛൻ പറയാണ്, ധൈര്യമായിട്ട് ബോൾഡ് ആയിട്ടിരിക്കൂ. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. നീ ഇന്നാണ് യഥാർത്ഥത്തിൽ ജീവിതം തുടങ്ങാനായിട്ട് പോകുന്നത്.
യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. പോവാൻ സമയമാകുമ്പോൾ ഞാൻ നിന്നെ കാത്തിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിച്ചിട്ട് പോവാണ്. I took a few steps, then stopped and looked, but saw nothing. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് നടന്ന് പിന്നെ നിന്നിട്ട് നോക്കി, പക്ഷെ ഒന്നും ഞാൻ കണ്ടില്ല. Then the faces of boys and girls came into view. പിന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ ഫേസസ് ഞാൻ കണ്ടു. I did not know a single one of them. അതിലൊരു കുട്ടിയെ പോലും എനിക്കറിയില്ല. None of them knew me. അവർക്ക് എന്നെയോ അറിയില്ല. I felt I was a stranger who had lost his way. വഴി തെറ്റിയ ഒരു സ്ട്രേഞ്ചറെ പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. But glances of curiosity were directed toward me and a boy approached and asked, "Who brought you?" പക്ഷെ ആരെയും അറിയില്ലെങ്കിലും എല്ലാവരുടെ മുഖത്തും ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. അപ്പൊ ഞാൻ പതുക്കെ പറഞ്ഞു, എൻ്റെ അച്ഛനാണ്. മൈ ഫാദർ ഇസ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. ബോയ് പറയാണ്, എൻ്റെ അച്ഛൻ മരിച്ചു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. The gate was closed, letting out a pitiable screech. ദയനീയമായിട്ടുള്ള ഒരു ശബ്ദത്തിൽ ആ ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു. സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഒക്കെ അടയുമ്പോഴുള്ള ശബ്ദത്തിനെയാ പറയുന്നത്. Some of the children burst into tears. ചില കുട്ടികൾ കരയാനായിട്ട് തുടങ്ങി. The bell rang. A lady came along, followed by a group of men. ഇപ്പൊ ബെല്ലടിച്ചു, ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയെ ഫോളോ ചെയ്ത് കുറച്ച് പുരുഷന്മാരുണ്ടായിരുന്നു. The men began sorting us into ranks. ആ പുരുഷന്മാരാണ് ഞങ്ങളെ ഓരോ റാങ്ക്സ് ആയിട്ട് തരംതിരിച്ചത്. This is your new home, said the woman. ആ സ്ത്രീ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. Here too there are mothers and fathers. ഇവിടെയും നിങ്ങൾക്ക് അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടാവും. Here there is everything that is enjoyable and beneficial to knowledge and life. ഇവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതും നിങ്ങളുടെ അറിവിലേക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കും അത് ബെനിഫിഷ്യൽ ആണ്. Dry your tears and face life joyfully, won't you? നിങ്ങളുടെ കണ്ണീരൊക്കെ തുടച്ച് സന്തോഷത്തോടെ ജീവിതത്തിനെ ഫേസ് നിങ്ങൾ അത് ചെയ്യില്ലേ എന്നാണ് ആ സ്ത്രീ അവരോട് ചോദിക്കുന്നത്. We submitted to the facts and this submission brought a sort of contentment. അപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചു. ഈ അനുസരണ ഒരു തരത്തിലൊരു സംതൃപ്തിയാണ് ഞങ്ങൾക്ക് തന്നത്. Living beings are drawn to other living beings and from the first moment my heart made friends with such boys as were to be my friends and fell in love with such girls I was to be in love with. അതോടെ എന്താ പറയുന്നത്? ജീവനുള്ള ലിവിംഗ് ബീങ്സിനെ പറിച്ച് വേറൊരു ലിവിംഗ് ബീങ്സിന്റെ കൂട്ടത്തിലേക്ക് നടുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ആൺകുട്ടികളോട് ഫ്രണ്ട്സ് ആയി, പെൺകുട്ടികളുമായിട്ട് സ്നേഹത്തിലായി. Then it seemed to me my misgivings had no basis. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ സംശയങ്ങൾക്കൊന്നും ഒരു ബേസും ഇല്ല, അതിലൊരു അടിസ്ഥാനം ഇല്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്കൂളിൽ ഇത്രയും വെറൈറ്റി ഉണ്ടാവുന്നു. വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്. പലതരം കളികൾ ഞങ്ങൾ കളിച്ചു. സ്വിങ്സ്, ഊഞ്ഞാലാടി, ദ വോൾട്ടിംഗ് ഹോഴ്സ്, കുതിര, ബോൾ ഗെയിംസ്. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് ഞങ്ങൾ പാടുകയാണ്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഭാഷ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെയാണ് പഠിച്ചത്. വി സോ എ ഗ്ലോബ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഒരു ഗ്ലോബ് കണ്ടു. which revolved and showed the various continents and countries. അപ്പോൾ ആ ഗ്ലോബ് പലതരത്തിലുള്ള വൻകരകളെയും രാജ്യങ്ങളെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ സംഖ്യകൾ പഠിച്ചു. വി ഏറ്റ് delicious food, took a little nap and woke up to go on with friendship and love, play and learning. ഞങ്ങൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചു. ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് ചെറിയൊരു ഉറക്കുറങ്ങി. പിന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനും എൻജോയ് ചെയ്യാനും പഠിക്കാനൊക്കെ ആയിട്ട് വീണ്ടും എഴുന്നേറ്റു. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. ഞങ്ങളുടെ ഈ ലൈഫിലെ ഈ പാത ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും മധുരമുള്ളതും സ്വീറ്റും അൺക്ലൗഡഡ്, മേഘമൊന്നും ഇല്ലാതെ തെളിഞ്ഞതൊന്നും ആയിരുന്നില്ല. Dust laden winds and unexpected accidents could happen suddenly. പൊടി നിറഞ്ഞ കാറ്റുകളും പൊടിക്കാറ്റുകളും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആക്സിഡന്റുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാം. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യന്റ്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ ഇരിക്കണം. It was not all a matter of playing and fooling around. ഇത് കളിച്ചു ചിരിച്ച് നടക്കൽ മാത്രമല്ല. Rivalries could bring about pain and hatred or give rise to fighting. അപ്പൊ ശത്രുത, വെറുപ്പും ദേഷ്യവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫൈറ്റിങ്ങിന് വരെ കാരണമാവും. And while the woman would sometimes smile, she would often scowl and scold. സ്ത്രീകൾ ചിരിച്ചാലും എന്താണ് ചില സമയങ്ങളിൽ അവർ ചീത്തയും പറയും, സ്കോൾഡും ചെയ്യും. Even more frequently, she would resort to physical punishment. ആ സ്ത്രീ ചിലപ്പോൾ ഫിസിക്കൽ പണിഷ്മെന്റ് ഒക്കെ തരും, അടിക്കുകയൊക്കെ ചെയ്യും. The bell rang announcing the passing of the day and the end of work. അങ്ങനെ സ്കൂളിൽ ഇരുന്നിട്ട് ബെല്ലടിക്കുകയാണ് അല്ലെ. ബെല്ലടിച്ചപ്പം ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം സ്കൂളിൽ അവസാനിക്കുകയാണ്. The throngs of children rushed towards the gate.
കുട്ടികളുടെ കൂട്ടം ഗേറ്റിനടുത്തേക്ക് ഓടി. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അത് വീണ്ടും തുറന്നിരുന്നു. I bade farewell to friends and sweethearts and passed through the gate. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും ഗേൾസ് സ്വീറ്റ് ഹാർട്സിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഗേറ്റ് പാസ് ചെയ്തു. I peered around but found no trace of my father who had promised to be there. അപ്പൊ ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പം വരാം എന്ന് പറഞ്ഞിരുന്ന അച്ഛൻ അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും അച്ഛൻ വരാത്തത്? I stepped aside to wait. അപ്പൊ ഞാൻ കുറച്ചു നേരം മാറി കാത്തു നിന്നു. When I had waited for a long time without a veil, I decided to return home on my own. കുറേ സമയം കഴിഞ്ഞിട്ടും അച്ഛൻ വരാത്തത് കണ്ടപ്പോൾ ഞാൻ സ്വയമായിട്ട് വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചു. After I had taken a few steps, a middle-aged man passed by and I realized at once that I knew him. അപ്പൊ ഞാൻ അവിടെ നടന്നു പോകുമ്പോൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു മാൻ എൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു പോയി. അപ്പൊ എനിക്ക് തോന്നി ഇയാൾ എനിക്ക് അറിയാലോ എന്ന് തോന്നി. He came toward me, smiling, and shook me by the hand, saying, "It's a long time since we last met. How are you?" അപ്പൊ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് പറയാണ്, കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് തരികയാണ്. With a nod of my head, I agreed with him and in turn asked, "And you? How are you?" അപ്പൊ ഞാൻ അത് എഗ്രി ചെയ്ത് തലകുലുക്കിയിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. As you can see, not all that good. The Almighty be praised. അപ്പൊ നീ കാണുന്നത് പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല, അത്ര നല്ലതല്ല, ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. Again he shook me by the hand and went off. അപ്പൊ വീണ്ടും ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അദ്ദേഹവും പോയി. അപ്പൊ ആരായിരിക്കും ആ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാൻ? I proceeded a few steps, then came to a startled halt. അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് സ്റ്റെപ്പ് മുന്നിലേക്ക് നടന്നപ്പോഴാണ് ഞെട്ടിയിട്ട് ഞാനൊന്ന് നിന്നത്. സഡൻ ആയിട്ട് ഞാനൊന്ന് നിന്നു. Good Lord, where was the street lined with gardens? ദൈവമേ, പൂന്തോട്ടങ്ങൾ നിറഞ്ഞ ആ വഴി എവിടെ പോയി? Where had disappeared to? അതെങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? സ്കൂളിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടതാണല്ലോ രണ്ട് സൈഡിലും പൂന്തോട്ടവും നിറയെ പാം ട്രീസും ഒക്കെയുള്ള വഴികൾ. ഇപ്പൊ അതൊക്കെ എവിടെ പോയി? When did these vehicles invade it? എപ്പോഴാണ് ഈ വാഹനങ്ങളൊക്കെ അവിടെ കയറി വന്നത്? And when did all these hordes of humanity come to live upon this surface? എപ്പോഴാണ് ഇത്രയും മനുഷ്യരുടെ കൂട്ടം ഇവിടെ ജീവിക്കാനായിട്ട് വന്നത്? How did these hills of refuse come to cover its sides and where were the fields that bordered it? അപ്പൊ ആ ഹിൽസിന്റെ അടുത്ത് അതിനെ ബോർഡർ ചെയ്ത് നിന്ന പാടങ്ങളൊക്കെ എവിടെ പോയി? മൊത്തം സ്കൂളിലേക്ക് വന്നതുപോലെയല്ല തിരിച്ചു പോകുമ്പോൾ വലിയ വ്യത്യാസമാണ് അവിടെ വന്നിരിക്കുന്നത്. പാടങ്ങളുടെയും പൂന്തോട്ടങ്ങളുടെയൊക്കെ സ്ഥാനത്ത് ഇപ്പൊ നിറയെ വെഹിക്കിൾസ് ആണ്, നിറയെ ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് ഇത്രയും സമയം കൊണ്ട്? ഹൈ ബിൽഡിംഗ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സെർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷുക്ക് ദ എയർ. കുട്ടികളാൽ നിറഞ്ഞിരുന്ന തെരുവിൽ ഇപ്പൊ നിറയെ ഹൈ ബിൽഡിംഗ്സ് ആണ്, അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ശബ്ദങ്ങളും അവിടെ കേൾക്കാനുണ്ട്. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. പിന്നെ അവിടെ ഒരു അനൗൺസ്മെന്റ് വരെയാണ് സർക്കസിന്റെ. അവിടെ കോമാളികളും ജോക്കേഴ്സും വെയിറ്റ് ലിഫ്റ്റേഴ്സും ഒക്കെ അതിന് മുമ്പിൽ നടക്കുന്നുണ്ട്. A line of trucks carrying central security troops called majestically by. അതിനുശേഷം ഒരു ട്രക്ക് വരെയാണ്. അവിടെ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്പ്, ആ ആർമി ഗ്രൂപ്പിനെയൊക്കെ ക്യാരി ചെയ്യുന്ന ട്രക്ക് വളരെ ഗാംഭീര്യത്തോടു കൂടി ഈ റോഡിലൂടെ പോകുന്നുണ്ട്. The siren of a fire engine shrieked and it was not clear how the vehicle could cleave its way to reach the blazing fire. പിന്നെ കേൾക്കുന്നത് ഒരു ഫയർ എഞ്ചിന്റെ വലിയ ശബ്ദമാണ്. എങ്ങനെയാണ് ഈ വെഹിക്കിൾസിനെയൊക്കെ ക്ലീവ് ചെയ്ത് രണ്ടായിട്ട് പിളർന്നിട്ട് അതിനിടയിലൂടെ ഈ ഫയർ എഞ്ചിന് ആ ഫയറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റാന്ന് പോലും ക്ലിയർ അല്ല, അത്രയും ട്രാഫിക് ആണ് അവിടെ. A battle raged between a taxi driver and his passenger while the passenger's wife called out for help and no one answered. അതിനിടയ്ക്ക് അവിടെ ഒരു ടാക്സി ഡ്രൈവറും അതിലെ പാസഞ്ചറും തമ്മിൽ വഴക്ക് നടക്കുകയാണ്. അവിടെ പാസഞ്ചറിന്റെ വൈഫ് ഹെൽപ്പിന് വേണ്ടി വിളിക്കുമ്പോൾ ആരും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേസ്. ദൈവമേ, ഞാനൊരു ഞെട്ടലിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പം പോകുന്ന വഴിയിൽ കണ്ട കാര്യങ്ങളൊന്നും അല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നത്. അവിടെ ഒരു സഡൻ ചേഞ്ച് ആണ് വരുന്നത്. മൈ ഹെഡ് സ്പൺ, എനിക്ക് തല കറങ്ങുന്നു. ഐ ഓൾമോസ്റ്റ് വെന്റ് ക്രേസി, എനിക്ക് ആകെ ഭ്രാന്തായതുപോലെ തോന്നുന്നേ. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് പകുതി ദിവസം കൊണ്ട് നടക്കുന്നത്? ഏർലി മോർണിംഗ് തൊട്ട് സൂര്യാസ്തമയം വരെയുള്ള സമയം ഉണ്ടായിട്ടുള്ളൂ. അത്രയും നേരം കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്? I would find the answer at home with my father. അപ്പം അച്ഛന് കൂടെ ഇരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നടക്കാൻ പോവാണ്. But where was my home? പക്ഷെ വീട് എവിടെയാണ് എന്റെ? I could see only tall buildings and hordes of people. എനിക്ക് നല്ല നീളം കൂടിയ കെട്ടിടങ്ങളും ആളുകളുടെ കൂട്ടവും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. I hastened on to the crossroads between the gardens and Abu Koda. I had to cross Abu Koda to reach my house, but the stream of cars would not let up. എനിക്ക് അബുഖോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ്, ഒരു തെരുവ് കടന്നാൽ മാത്രമാണ് വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ തിടുക്കം കൂട്ടാണ്. പക്ഷെ ഇത്രയും വണ്ടികളുടെ ഇടയിൽ എനിക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല. The fire engine's siren was shrieking at full pitch as it moved at a snail's pace, and I said to myself,
ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. ഫയർ എഞ്ചിൻ ആണെങ്കിൽ ഫുൾ പിച്ചിൽ അത്രയും ശബ്ദത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊരു ഒച്ചിന്റെ വേഗതയിലാണ് ഈ റോഡിലൂടെ പോകുന്നത്. അപ്പൊ ഞാൻ പറയാണ്, ആ തീ എന്തിനെയാണോ കത്തിക്കുന്നത് അതിലത് സന്തോഷിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. കംപ്ലീറ്റ് ആയിട്ട് ഇറിറ്റേറ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ആലോചിക്കുകയാണ് എപ്പോഴാണ് എനിക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുക. ഐ സ്റ്റുഡ് there a long time until the young lad employed at the ironing shop on the corner came up to me. അപ്പൊ ഈ വെഹിക്കിൾസിന്റെ ഇടയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ ഞാൻ കുറെ സമയം അവിടെ നിന്നു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള അയേണിംഗ് ഷോപ്പിലെ ഒരു ആൺകുട്ടി എന്റെ അടുത്തേക്ക് നടന്നു വരുന്നത്. He stretched out his arm and said gallantly. അപ്പൊ അവന്റെ കൈ നീട്ടിയിട്ട് അവൻ എന്നോട് പറയാണ്, Grandpa, let me take you across. ഗ്രാൻഡ് മുത്തശ്ശ, ഞാൻ റോഡ് ക്രോസ് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് സ്കൂളിലേക്ക് രാവിലെ പോയ കുട്ടി വൈകിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഗ്രാൻഡ് പേ ആയിട്ട് മാറുന്നേ? എന്തായിരിക്കും അതിന് കാരണം? അത് മാത്രമല്ല കുറെ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ കാണിക്കുന്നേ? നമ്മളുടെ സമയത്തിന്റെ കടന്നുപോക്കാണ്. പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് എന്നാണ് ഈ കഥയിലൂടെ ഓതർ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്കൂളിലേക്ക് രാവിലെ അച്ഛന്റെ കൈ പിടിച്ച് ആദ്യമായിട്ട് കടന്നു പോവാണ് അല്ലെ കുട്ടി. അപ്പൊ ആ കുട്ടി പുതിയൊരു ലൈഫിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. അവിടെ അച്ഛന്റെ കൈ പിടിച്ച് പുതിയൊരു ലൈഫിലേക്ക് കടന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ ലൈഫിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു വന്ന്. ഈ ലൈഫ് എന്ന് പറയുന്നത് അൺക്ലൗഡഡ് അല്ല, സ്വീറ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്കൂൾ ലൈഫിനെ മാത്രമല്ല അവിടെ കാണിക്കുന്നത്, നമ്മളെ എൻറ്റയർ ലൈഫിനെ കൂടിയാണ്. അതിനിടയ്ക്ക് കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്, സ്വീറ്റ് ഹാർട്സിനെ ഉണ്ടാക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഹാഫ് ഡേയിൽ നടക്കുന്ന കാര്യമാണെന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഓതർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ എൻറ്റയർ ലൈഫാണ്. നമ്മളുടെ എൻറ്റയർ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സ്വീറ്റ് അല്ല. അതിൽ കുറെ പ്രശ്നങ്ങളും റൈവൽറീസും ദേഷ്യവും ഹേറ്റഡും ഒക്കെ ഉണ്ടാവും. അതാണ് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നത്. രാവിലെ സ്കൂളിൽ പോയ കുട്ടി അത് കാണിക്കുന്നത് ഒരു പുതിയ ലൈഫിലേക്ക് കിടക്കുന്ന കുട്ടിയെയാണ്. തിരിച്ചു വരുമ്പോൾ കുറെ ചേഞ്ചസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാനിനെ ഓതർ കാണുന്നുണ്ടല്ലേ, അത് ഓതറിന്റെ ഫ്രണ്ട് ആയിരിക്കും. കാരണം അവർ പറയുന്നുണ്ട് കുറെ നാളായാലും നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നറേറ്ററിന്റെ കംപ്ലീറ്റ് ലൈഫാണ് നമ്മളിവിടെ കണ്ടത്. ഈ ടെക്നീക്കിനെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ് പറയാം. നമ്മൾ അറിയാതെ തന്നെ ഒരു സമയം കടന്നു പോകുന്നു, ഓതറിന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിനെ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നീക്ക് എന്നാണ് പറയാം. അപ്പൊ ഈ കഥയിൽ ഹാഫ് എ ഡേ, ഒരു ദിവസത്തിന്റെ പകുതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഓതറിന്റെ കംപ്ലീറ്റ് ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. സമയം എത്ര വേഗമാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും ഭാവി ഫ്യൂച്ചറിനെയും ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടൈം എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ എത്രയും പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്. ഈ സമയം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരുന്നു, നമ്മുടെ എൻറ്റയർ ലൈഫിനെ സമയം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ കണ്ട കുട്ടി ലാസ്റ്റ് ഗ്രാൻഡ് ഫാദർ ആവുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്. ഇവിടെ ഓതർ കാണിക്കുന്നത് എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്, അത് നമ്മളുടെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത്, why does the child have mixed feelings about his new clothes? ഇപ്പൊ കഥ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് കുട്ടിക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും അതിൽ വലിയ സന്തോഷമൊന്നുമില്ല, മിക്സഡ് ഫീലിംഗ്സ് ആണെന്ന്. അതിന് കാരണം എന്തായിരിക്കും? The child is happy because he is wearing new clothes. ഹാപ്പിയാണ് കാരണം പുതിയ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. However, he is also sad and anxious because he is going to school for the first time and has to leave the comfort of his home. സന്തോഷം ഉണ്ടെങ്കിലും അവനൊരു പേടിയും അല്ലെങ്കിൽ വിഷമവും ഉണ്ട്. കാരണം അവൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ വീടിന്റെ ആ സുഖത്തിൽ നിന്ന് പുതിയതായിട്ട് പരിചയമില്ലാത്ത സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോഴുള്ള ഒരു ആങ്സൈറ്റിയും കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് മിക്സഡ് ഫീലിംഗ്സ് ആണെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ഹെൽപ്പ് ഡസ് ദ ബോയ് എക്സ്പെക്ട് ഫ്രം ഹിസ് മദർ? അമ്മയിൽ നിന്ന് ആ കുട്ടി എന്ത് സഹായമാണ് പ്രതീക്ഷിക്കുന്നത്? The boy expects his mother to save him from going to school. He keeps looking back at her, hoping she will stop his father from taking him there. അപ്പൊ കുട്ടി പറയുന്നുണ്ട് അവൻ ജനലിനടുത്ത് നിന്ന് നോക്കുന്നുണ്ടെന്ന്. കുട്ടി പ്രതീക്ഷിക്കുന്നത് എന്താണ്? അച്ഛന്റെ കയ്യിൽ നിന്ന് സ്കൂളിൽ പോവാതിരിക്കാനായിട്ട് അമ്മ രക്ഷിക്കും എന്നാണ് കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത്. How does the author describe the sights on the way to school? Describe the sights you see on your way to school. അപ്പൊ ഓതർ എങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണുക? ഇങ്ങനെയാണ് രണ്ട് ചോദ്യങ്ങൾ വരുന്നത്. The author describes a street lined with gardens, field of crops, prickly pears, henna trees and date palms. എന്തൊക്കെയാണ് ആ സ്ട്രീറ്റ്? തെരുവിന് രണ്ടു വശത്തും പൂന്തോട്ടങ്ങളാണ്. അവിടെ പലതരത്തിലുള്ള ക്രോപ്സ് ഉണ്ട്, മുള്ളുള്ള ചെടികളുണ്ട്, ഹെന്ന ട്രീസ്, മൈലാഞ്ചി ഉണ്ട്, ഈന്തപ്പനയുണ്ട്. ഇനി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന വഴിയിൽ എന്തൊക്കെയാ കാണുന്നത്? ഓൺ മൈ വേ ടു സ്കൂൾ ഐ സീ ഹൗസസ്, ഷോപ്സ്, ട്രീസ്, വെഹിക്കിൾസ് ആൻഡ് മെനി പീപ്പിൾ ഗോയിങ് ടു വർക്ക്. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറെ വീടുകളും കടകളും മരങ്ങളും വാഹനങ്ങളും കാണും. അതുപോലെ ജോലിക്ക് പോകുന്ന ആളുകളെയും കാണും.
The roads are busy and I often see school children walking or riding buses. റോഡൊക്കെ തിരക്കേറിയതാവും. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, സ്കൂളിലേക്ക് നടന്നു പോകുന്നവരെയും ബസ്സിൽ പോകുന്ന കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. School's not a punishment. It's the factory that makes useful people out of children. Do you agree? Give reasons. ഈ കഥയിൽ ഫാദർ പറയുന്നതാണ്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല, കുട്ടികളിൽ നിന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾസ് എന്ന്. അപ്പൊ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഐ എഗ്രി. സ്കൂൾ ഹെൽപ്സ് ചിൽഡ്രൻ ഗെയിൻ നോളജ്, ലേൺ ഡിസിപ്ലിൻ, ഡെവലപ്പ് സ്കിൽസ് ആൻഡ് ബിക്കം റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഞാനിതിന് എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം സ്കൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്? നമുക്ക് നോളജ് തരുന്നുണ്ട്, അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടി ഡിസിപ്ലിൻ കിട്ടുന്നുണ്ട്, ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റുന്നതും സ്കൂളാണ്. ഇറ്റ് പ്രിപ്പയർസ് ദം ഫോർ ലൈഫ് ആൻഡ് ഫ്യൂച്ചർ കരിയർ. ജീവിതത്തിലേക്കും ഭാവിയിലെ നമ്മളുടെ തൊഴിലിലേക്കും ഒക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് സ്കൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഈ പറഞ്ഞതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു. ഹൗ ഡസ് ദ സ്കൂൾ അപ്പിയർ ടു ദ ബോയ് ഫ്രം എ ഡിസ്റ്റൻസ്? അകലെ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടിക്ക് സ്കൂൾ എന്തുപോലെയാണ് തോന്നുന്നത്? The school appears to him like a huge, high-walled fortress that looks stern, grim and frightening. അകലെ നിന്ന് നോക്കുമ്പോൾ ഭയം തോന്നിപ്പിക്കുന്ന വലിയ ചുമരുകളൊക്കെയുള്ള ഒരു കോട്ട പോലെയാണ് കുട്ടിക്ക് ഈ സ്കൂൾ കാണുമ്പോൾ തോന്നുന്നത്. What happens when the narrator reaches the school? അപ്പൊ നറേറ്റർ സ്കൂളിൽ എത്തിയപ്പോൾ എന്താ ഉണ്ടാവുന്നേ? When he reaches the school, his father asks him to enter alone. സ്കൂളിൽ എത്തിയപ്പോൾ അച്ഛൻ കുട്ടിയോട് പറയാണ് തന്നെ സ്കൂളിലേക്ക് പോകും. He feels frightened and lonely. കുട്ടിക്ക് ഒറ്റയ്ക്ക് ആയപ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ട്. He meets other children, hears the bell ring and is sorted into groups by the teachers. കുട്ടിക്ക് പേടിയുണ്ടെങ്കിലും അകത്ത് കയറിപ്പോയി, എന്നിട്ട് അവിടെ ബെല്ലടിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ടീച്ചേഴ്സ് വന്നിട്ട് കുട്ടികളെ പല ഗ്രൂപ്പുകളാക്കി സോർട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. വാട്ട് ഈസ് ദ ഇഫക്ട് ഓഫ് ദ വുമൻസ് വേർഡ്സ് ഓൺ ദ ന്യൂ കമേഴ്സ്? ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നുണ്ട് അല്ലെ, ടീച്ചർ ആയിരിക്കും. ആ സ്ത്രീയുടെ വാക്കുകളുടെ ഇഫക്ട് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ദ വുമൻസ് വേർഡ്സ് കംഫർട്ട് ആൻഡ് എൻകറേജ് ദ ചിൽഡ്രൻ. അപ്പൊ സ്ത്രീയുടെ വാക്കുകൾ കുട്ടികൾക്ക് ഒരു കംഫർട്ട് നൽകുകയും അവരെ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. ദേ ബിക്കം കാമർ ആൻഡ് ആക്സെപ്റ്റ് ദെയർ ന്യൂ സറൗണ്ടിങ് ആൻഡ് ബിഗിൻ ടു ഫീൽ മോർ കണ്ടന്റ്. ആ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ പുതിയ ലൈഫിലേക്കാണ് വരുന്നത്, ഈ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യണം എന്നാ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അതിനോട് അനുസരിച്ച് ആ പുതിയ സാഹചര്യം അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി സന്തോഷത്തിലും സംതൃപ്തിയിലും സ്കൂൾ ലൈഫിലേക്ക് അവർ കടക്കുകയാണ്. ഹൗ ഡസ് ദ നറേറ്റേഴ്സ് പെർസെപ്ഷൻ ഓഫ് സ്കൂൾ ചേഞ്ച് വെൻ ഹി ബിഗിൻസ് ടു ഇന്ററാക്ട് വിത്ത് അതർ ചിൽഡ്രൻ? അപ്പൊ മറ്റു കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നറേറ്ററിന്റെ സ്കൂളിനെ പറ്റിയുള്ള ഒരു പെർസെപ്ഷൻ എങ്ങനെയാ മാറിയത്? ആദ്യം നറേറ്ററിന് പേടിയായിരുന്നു, പക്ഷെ സ്കൂളിൽ മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറി എന്ന് പറയുന്നുണ്ട് അല്ലെ. അറ്റ് ഫസ്റ്റ് he thinks school is a frightening place. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് പോയപ്പോൾ കുട്ടിയും വിചാരിച്ചത് സ്കൂൾ ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലം എന്നാണ്. After making friends and joining activities, he begins to enjoy the school and realizes that it is an exciting and pleasant place. പുതിയ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കി ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആയപ്പോൾ കുട്ടിക്ക് മനസ്സിലാവാണ് സ്കൂൾ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്, ഇതൊരു പ്ലസന്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമല്ല. I had never imagined school would have this rich variety. Why does the speaker mean rich variety? കഥയില് സ്പീക്കർ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്കൂളിൽ ഇത്രയും റിച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ റിച്ച് വെറൈറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? By rich variety, the speaker means the many interesting activities at school such as games, music, learning languages, studying geography and numbers, eating, resting, making friends and having fun. അപ്പം റിച്ച് വെറൈറ്റി എന്ന് പറയുമ്പോൾ സ്കൂളിൽ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. കുറെ കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്, ഗെയിംസ് കളിക്കുന്നുണ്ട്, മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഭാഷ, നമ്പർ, എർത്തിനെ പറ്റി പഠിക്കുന്നു, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെയാണ് റിച്ച് വെറൈറ്റി എന്നതുകൊണ്ട് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ദ നറേറ്റർ യൂസസ് ഐ ടു റെഫർ ടു ഹിംസെൽഫ്. ലേറ്റർ ഇറ്റ് ചേഞ്ചസ് ടു വി. വാട്ട് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് ഷിഫ്റ്റ്? ഇപ്പൊ കഥയുടെ തുടക്കത്തില് ഐ എന്ന് പറഞ്ഞിട്ടാണ് കഥ തുടങ്ങുന്നത്. ഞാൻ അച്ഛന്റെ കൈ പിടിച്ചു പോയി സ്കൂളിലെത്തിയെന്നൊക്കെ. അതിനുശേഷം ഐ എന്നത് മാറി വി, ഞങ്ങൾ എന്നാവുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചിന് എന്തായിരിക്കും കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഷിഫ്റ്റ് ഫ്രം ഐ ടു വി ഷോസ് ദാറ്റ് ദ നറേറ്റർ ഈസ് നോ ലോങ്ങർ എലോൺ. അപ്പൊ ഐയിൽ നിന്ന് വി ആയി മാറാണ്, ഞാൻ എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾ എന്ന് മാറുന്നു. അത് കാണിക്കുന്നത് എന്താണ്? ഓദർ ഒറ്റയ്ക്കല്ല എന്നാണ് കാണിക്കുന്നത്.
He has become a part of a group of students and shares experience with them. അവൻ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാഗമാവാണ്. അപ്പൊ അവരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നുള്ളതിൽ നിന്ന് ഞങ്ങളായിട്ട് മാറുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് ആണ് പിന്നെ നറേറ്റർ പറയുന്നത്. അതുകൊണ്ടാണ് റെഫർ ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്നതിൽ നിന്ന് വി എന്നായിട്ട് മാറുന്നത്. വാട്ട് ആർ ദ ചാലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ദ നറേറ്റർ എൻകൗണ്ടേഴ്സ് അറ്റ് സ്കൂൾ? സ്കൂളിൽ നറേറ്റർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? The narrator faces rivalries, conflicts, pain, hatred, fight, strict discipline, scolding and physical punishment. എന്തൊക്കെയാണ്? ശത്രുത, റൈവൽറി ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, വേദനയുണ്ട്, ഹേറ്റ്രഡ്, വെറുപ്പ് വരുന്നുണ്ട്, ഫൈറ്റ്സ് ഉണ്ട്, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഡിസിപ്ലിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ടീച്ചർ ചിലപ്പോൾ ഫിസിക്കലായിട്ട് പണിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഹി ലേൺസ് ദറ്റ് ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് ഈസി ഓർ എൻജോയബിൾ. ഇതിൽ നിന്ന് നറേറ്റർ പഠിക്കുന്നത് എന്താണ്? ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഈസിയും സ്വീറ്റും അല്ല എന്നാണ് നറേറ്റർ ഇതിൽ നിന്ന് പഠിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്. ഹൗ ആർ യു? ഹൂ സീസ് ദിസ്? ഹൗ ഡസ് ദിസ് എൻകൗണ്ടർ ഹെൽപ്പ് ദ നറേറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് അറൌണ്ട് ഹിം? അപ്പം നറേറ്റർ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള മാനിനെ കാണുന്നുണ്ട് അല്ലെ. അയാളാണ് പറയുന്നത്, നിന്നെ കണ്ടിട്ട് കുറെ നാളായി, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇയാളെ കാണുന്നത് ഈ ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A middle-aged man says this to the narrator. അപ്പോൾ ഒരു middle-aged man ആണ് ഇത് പറയുന്നത്. The encounter makes the narrator realize that a long period has passed and that he has grown old even though it felt like only half a day to him. അപ്പൊ ആ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മാനിനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് കുറെ സമയം പാസ് ചെയ്തു. ആ കുട്ടിയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്. ഒരു ഹാഫ് എ ഡേ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറെ വർഷങ്ങൾ കടന്നുപോയി എന്ന്. അപ്പൊ ഈ മിഡിൽ ഏജ്ഡ് മാനെ കാണുമ്പോഴാണ് മാൻ മനസ്സിലാക്കുന്നത് കുറെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന്. വാട്ട് ഇമോഷൻസ് ആൻഡ് തോട്ട്സ് റൺ ത്രൂ ദ നറേറ്റേഴ്സ് മൈൻഡ് ആസ് ഹി ട്രൈസ് ടു ക്രോസ് ദ സ്ട്രീറ്റ്? ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ് നറേറ്ററിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? The narrator feels confused, shocked, irritated and overwhelmed. He cannot understand how everything has changed so much in what seemed like a single day. ഇപ്പം നറേറ്റർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ മിക്സഡ് ഫീലിംഗ്സ് ആണ് വരുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്, ഷോക്ക് ഉണ്ട്, എന്താണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ചസ് വന്നേന്ന് ഞെട്ടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ വെഹിക്കിൾസ് കാണുമ്പോൾ ഒരു ഇറിറ്റേഷനും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഇത്രയും പെട്ടെന്ന് ഒരു സിംഗിൾ ഡേയിൽ എങ്ങനെയാണ് ഇത്രയും ചേഞ്ചസ് ലൈഫിൽ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഈസ് ദിസ് സ്റ്റോറി അബൌട്ട് എ ഹാഫ് ഡേ ഓർ ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്? ഗിവ് റീസൺസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഈ കഥ ഒരു ഹാഫ് ഡേ ആണോ അതോ ഒരു മുഴുവൻ ജീവിതമാണോ കാണിക്കുന്നത്? നിങ്ങളുടെ ഉത്തരത്തിനെ സാധൂകരിക്കുന്ന റീസൺസും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ദി സ്റ്റോറി ഈസ് അബൌട്ട് ഓൾമോസ്റ്റ് എ ഹോൾ ലൈഫ്. ഒരു മുഴുവൻ ജീവിതമാണല്ലേ കഥയിൽ പറയുന്നത്. ദ നറേറ്റേഴ്സ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ സിംബലൈസസ് ദ ജേർണി ഓഫ് ലൈഫ്. അപ്പൊ നറേറ്റർ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. അത് ജീവിതത്തിന്റെ യാത്രയുടെ തുടക്കമാണ് കാണിക്കുന്നത്. ദ ഈവന്റ്സ് അറ്റ് സ്കൂൾ റെപ്രസെന്റ്സ് ചൈൽഡ്ഹുഡ്, യൂത്ത്, അഡൾട്ട്ഹുഡ്, ഫ്രണ്ട്ഷിപ്സ്, ലവ്സ്, സ്ട്രഗിൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സ്കൂൾ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നുണ്ട്. കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, സ്വീറ്റ് ഹാർട്സിനെ ഉണ്ടാക്കി, കുറെ റൈവൽറീസ്, ഹേറ്റ്രഡ്, ഫൈറ്റ്സ് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് സ്വീറ്റ് അല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഓരോ സ്റ്റേജസിനെയാണ്. ആദ്യം ഒരു കുട്ടിയായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിലും പിന്നെ യൂത്ത്, പിന്നെ അഡൾട്ട്ഹുഡ്, പിന്നെ ഫ്രണ്ട്ഷിപ്സ്, ലൈഫിലെ പ്രശ്നങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വെൻ ഹി ലീവ്സ് ദ സ്കൂൾ ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് ഓൾഡ് ആൻഡ് ദ വേൾഡ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇപ്പൊ സ്കൂളിലേക്ക് പുറത്ത് വരുമ്പോൾ അവിടെ അച്ഛൻ കാത്തു നിൽക്കുന്നില്ല. അവിടെ അച്ഛന്റെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയല്ല തിരിച്ചു വരുമ്പോ അല്ലെ. തിരിച്ചു വരുമ്പോൾ ഓൾഡ് മാൻ ആവാണ്. ലൈഫ് കുറെ മുന്നോട്ട് പോയി, കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം ചേഞ്ച് ആവാണ്. ഷോയിങ് ദാറ്റ് ദ ഹാഫ് ഡേ ആക്ച്വലി റെപ്രസെന്റിങ് ആൻ എൻറ്റയർ ലൈഫ് ടൈം. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ഹാഫ് ഡേ എന്ന് പറയുന്നത് ഒരു പകുതി ദിവസമല്ല, ഒരു എൻറ്റയർ മുഴുവൻ ജീവിതമാണ് കാണിക്കുന്നത്. ഇനി ലെറ്റ്സ് റീവൈൻഡ് എന്നുള്ള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഗോ ഇൻ ബൈ യുവർ സെൽഫ്, വൈ ഡസ് ദ ഫാദർ സേ സോ? ഇപ്പൊ സ്കൂളിലേക്ക് അച്ഛൻ കൊണ്ടാക്കുമ്പോൾ പറയുന്നുണ്ട് നീ തനിയെ പോകൂ എന്ന്. അച്ഛൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നേ? The father says this to encourage his son to become independent and confident. മകന് കുറച്ചുകൂടി സ്വാതന്ത്ര്യവും ആത്മവിശ്വാസമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറയുന്നത് നീ ഒറ്റയ്ക്ക് പോകൂ എന്ന്. He wants the boy to face the new experience bravely without depending on him. അച്ഛനിൽ ആശ്രയിക്കാതെ ലൈഫിലെ പുതിയ കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അച്ഛൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് ഗോ ഇൻ ബൈ യുവർ സെൽഫ്, നീ തനിയെ പോകൂ, ബോൾഡ് ആയിട്ട് ഇരിക്കുമെന്നൊക്കെ. അടുത്ത ചോദ്യം വരുന്നത്, how does the narrator's father encourage him as they reach school? ഇപ്പൊ സ്കൂളിലേക്ക് എത്തുമ്പോൾ നറേറ്ററിന്റെ അച്ഛൻ എങ്ങനെയാണ് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യുന്നത്? The father tells him to be bold, smile, join the other children and be a good example.
നറേറ്ററിന്റെ അച്ഛൻ പറയുന്നത് എന്താണ്, ബോൾഡായിട്ട് ചിരിച്ചുകൊണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ജോയിൻ ചെയ്ത് നല്ലൊരു ഉദാഹരണമായിട്ട് മാറാനാണ്. He also assures him that the school is a good place and promises to be waiting for him when school ends. അതുപോലെ തന്നെ അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നത് എന്താണ്, സ്കൂൾ നല്ലൊരു സ്ഥലമാണ്, നീ വരുമ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ്? ഈ കുട്ടിയെ കണ്ടപ്പോൾ മറ്റു കുട്ടികളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ദ അതർ ചിൽഡ്രൻ ലുക്ക് അറ്റ് ഹിം വിത്ത് ക്യൂരിയോസിറ്റി. മറ്റു കുട്ടികളും ആകാംക്ഷയോടെയാണ് ഈ ബോയെ നോക്കിയത്. One boy approaches him and starts a conversation by asking who brought him to school. അതിലൊരു ആൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയതെന്ന്. അങ്ങനെ അവനൊരു പുതിയ കോൺവെർസേഷൻ ഒക്കെ അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് മറ്റു കുട്ടികളുടെ ആദ്യത്തെ റിയാക്ഷൻ ആയിട്ട് വരുന്നത്. ഹൗ ഡസ് ദ വുമൻ റീഅഷ്യൂർ ദ ചിൽഡ്രൻ ഓൺ ദെയർ ഫസ്റ്റ് ഡേ? കുട്ടികളുടെ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ എന്ത് ഉറപ്പാണ് അവർക്ക് കൊടുക്കുന്നത്? The woman tells them that the school is their new home where they will find mothers, fathers, knowledge and enjoyable experiences. ആ സ്ത്രീ പറയുന്നത് സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ പുതിയൊരു വീടാണ്, അവിടെ നിങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും പുതിയ എക്സ്പീരിയൻസും അറിവൊക്കെ കിട്ടുന്നതാണ്. She asked them to stop crying and face life joyfully. അവരോട് ആ സ്ത്രീ പറയുന്നത് കണ്ണീരൊക്കെ തുടച്ച് ലൈഫിനെ സന്തോഷത്തോടു കൂടിയിട്ട് ഫേസ് ചെയ്യാനാണ്. What subjects and activities are introduced to the children? കുട്ടികൾക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? The children are introduced to games such as swing, vaulting horse and ball games, music and singing, language learning, geography through a globe, numbers and basic mathematics, friendship, social interaction, food and rest. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് കുട്ടികൾ ഏർപ്പെടുന്നത്? ഗെയിംസ് വരുന്നുണ്ട് അല്ലെ, ഊഞ്ഞാലാടുന്നുണ്ട്, സ്വിംഗ് ഉണ്ട്, വോൾട്ടിംഗ് ഹോഴ്സ് ഉണ്ട്, ബോൾ ഉപയോഗിച്ചിട്ടുള്ള ഗെയിംസ് ഉണ്ട്, പിന്നെ മ്യൂസിക്, സംഗീതം ഉണ്ട്, ഭാഷ പഠിക്കുന്നുണ്ട്, ഭൂമിശാസ്ത്രം, ഗ്ലോബ് വെച്ചിട്ട് ജോഗ്രഫി പഠിക്കുന്നുണ്ട്, നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്, പിന്നെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് സോഷ്യൽ ഇന്ററാക്ഷൻ പഠിക്കുന്നുണ്ട്, ഡെലീഷ്യസ് ഫുഡ് കഴിക്കുന്നുണ്ട്, അവർ റെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സ്കൂളിൽ ഉണ്ടാവുന്ന ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. Why does the narrator feel a sense of contentment and belonging while at school? സ്കൂളിൽ നിൽക്കുമ്പോൾ നറേറ്ററിന് ഒരു സംതൃപ്തി തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താണ്? He makes friends, enjoys the activities and becomes part of a group. അവന് അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുന്നുണ്ട്, അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു വലിയ ഗ്രൂപ്പിന്റെ പാർട്ടായി മാറുകയാണ്. His fears disappear as he discovers that school is full of fun, learning and companionship. സ്കൂൾ എന്ന് പറയുന്നത് ഫണ്ണാണ്, അവിടെ കുറെ കൂട്ടുകാരുണ്ട്, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എന്നൊക്കെ അവന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലെ ഭയം പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു കണ്ടന്റ്മെന്റ്, ഒരു സംതൃപ്തി നറേറ്റർക്ക് തോന്നുന്നത്. I proceeded a few steps, then came to a startled halt. Why was the narrator startled? അപ്പം സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റോഡ് എത്തിയപ്പോൾ ഞാൻ നടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞെട്ടി ഞാൻ നിന്നു എന്ന് പറയുന്നുണ്ട്. എന്താവും നറേറ്ററിന് ആ ഞെട്ടലിന് കാരണം? The narrator is startled because the familiar streets lined with gardens and fields has completely changed. എന്താണ് ഞെട്ടലിന്റെ കാരണം? സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്ന പൂന്തോട്ടവും പാടങ്ങളും നിറഞ്ഞ ആ സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിരിക്കുകയാണ്. Tall buildings, crowds, vehicles and noise have replaced the peaceful surroundings he remembered. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന ആ ഒരു ശാന്തമായിട്ടുള്ള സറൗണ്ടിങ് അല്ല ഇപ്പൊ നിറയെ ഉയരം കൂടിയ ബിൽഡിങ്സും തിരക്കും വാഹനങ്ങളും ബഹളങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ചേഞ്ചസ് ആണ് നറേറ്ററിന്റെ പെട്ടെന്നുള്ള ഞെട്ടലിന്റെ കാരണം. Why is the narrator frustrated while waiting at the crossroads? റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നറേറ്റർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ഹി ഈസ് അണേബിൾ ടു ക്രോസ് ദ റോഡ് ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് വെഹിക്കിൾസ്. ഇപ്പൊ വാഹനങ്ങളുടെ ആ നീണ്ട നിര കാരണമാണ് അദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്തത്. ദ നോയ്സ്, ട്രാഫിക് ആൻഡ് കൺഫ്യൂഷൻ മേക്ക് ഹിം ഇംപേഷ്യന്റ് ആൻഡ് ഇറിറ്റേറ്റഡ്. അവിടെയുള്ള ബഹളവും ട്രാഫിക് ബ്ലോക്കും അതുപോലെ തന്നെ സംശയമുണ്ട് അദ്ദേഹത്തിന്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഇറിറ്റേറ്റഡും ഇംപേഷ്യന്റും ആക്കി മാറ്റുന്നത്. Who offers to help the narrator cross the street? How does he address the narrator? Why does he address him so? അപ്പൊ ആരാണ് റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ നറേറ്ററിനെ അഡ്രസ് ചെയ്യുന്നത്? എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ അഡ്രസ് ചെയ്യാൻ കാരണം? ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ആദ്യമായിട്ട് വരുന്നത്? A young lad working at the ironing shop offers to help him cross the street. നറേറ്ററിനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള അയേണിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. He addresses the narrator as grandpa, മുത്തശ്ശൻ എന്നാണ് നറേറ്ററിനെ ആ കുട്ടി വിളിക്കുന്നത്. He does so because the narrator has become an old man. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? നറേറ്റർ ഒരു ഓൾഡ് മാൻ ആയി മാറിയിരിക്കുകയാണ്. Although the narrator feels that only a half day has passed, in reality many years have gone by and he is now elderly. നറേറ്റർക്ക് തോന്നുകയാണ് ഹാഫ് എ ഡേ, പകുതി ദിവസമാണ് പാസ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും കംപ്ലീറ്റ് ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് അദ്ദേഹം ഒരു ഗ്രാൻഡ് പാ ആയി മാറിയിരിക്കുകയാണ്.
ഇപ്പൊ അദ്ദേഹം ഒരു എൽഡർ മാൻ ആണ്, അതുകൊണ്ടാണ് ആ കുട്ടി ഗ്രാൻഡ് പാ എന്ന് വിളിക്കുന്നത്. Does the story convey the passage of time and the transition from childhood to a second childhood? Discuss. ഈ കഥയിൽ ഡിസ്കസ് ചെയ്യുന്നത് സമയത്തിന്റെ കടന്നുപോക്കും അതുപോലെ തന്നെ ഒരു ബാല്യകാലത്തിൽ നിന്ന് പിന്നെ രണ്ടാമതൊരു ബാല്യകാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അത് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. യെസ്, the story symbolically presents the entire human life as a single school day. ഈ കഥ കാണിക്കുന്നത് മനുഷ്യന്റെ entire ലൈഫ്, മുഴുവൻ ജീവിതത്തെയും ഒരു സ്കൂൾ ഡേ പോലെയാണ്. The narrator enters the school as a young child and leaves it as an old man. ഒരു ചെറിയ കുട്ടിയായിട്ട് സ്കൂളിൽ വരുന്ന നറേറ്റർ ഒരു വൃദ്ധനായിട്ടാണ് തിരിച്ചു പോകുന്നത്. His dependence on his father at the beginning and on a young boy at the end suggests a transition from childhood through adulthood and finally into an old age, often called a single childhood. കഥയുടെ തുടക്കത്തില് അച്ഛനിൽ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് വന്നിരുന്നത് ആ കുട്ടിയെങ്കിൽ തിരികെ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു യങ് ബോയിൽ വീണ്ടും ഡിപ്പെൻഡന്റ് ആയിട്ട് വരികയാണ്. ഇപ്പൊ തുടക്കത്തിലെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് കഥ അവസാനിക്കുമ്പോൾ വീണ്ടും മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന ഓൾഡ് ഏജ് ആണ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ഒരു ബാല്യകാലമാണ്. അവിടെ ചെറിയ കുട്ടിയെ പോലെ തന്നെ മറ്റുള്ളവരിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ 7 ഏജസ് ഓഫ് മാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിൽ പറയുന്നുണ്ട് വാർദ്ധക്യം എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണെന്ന്. അപ്പൊ ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഹാഫ് എ ഡേ എന്ന കഥയിൽ കാണിച്ചിരിക്കുന്നത്. സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ ക്വിക്ക്ലി ലൈഫ് പാസസ്. അപ്പൊ ഈ കഥ കാണിക്കുന്നത് എത്ര പെട്ടെന്നാണ് ജീവിതം കടന്നു പോകുന്നത് എന്നാണ്. ഹൗ ഡസ് ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ് റെപ്രസെന്റ്സ് ദ നറേറ്റേഴ്സ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കൺഫ്യൂഷൻ. ആ ചുറ്റുപാടിന്റെയും അന്തരീക്ഷത്തിന്റെയും ഒക്കെ മാറ്റം നറേറ്ററിന്റെ മനസ്സിലെ കൺഫ്യൂഷനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? The disappearance of gardens and fields and their replacement by tall buildings, traffic, noise and crowds symbolize the passage of time and social change. അപ്പൊ പാടവും പൂന്തോട്ടമൊക്കെ മാറിയിട്ട് അവിടെ വലിയ ബിൽഡിങ്സും ട്രാഫിക് ബ്ലോക്കും ബഹളങ്ങളൊക്കെ വരികയാണ്. ഇത് കാണിക്കുന്നത് സമയത്തിന്റെ കടന്നുപോക്കും സമൂഹത്തിലെ മാറ്റങ്ങളുമാണ്. These changes make the narrator feel lost, alienated and confused because the world he once knew no longer exists. എന്താ പറയുന്നേ? ഈ മാറ്റം നറേറ്ററിൽ ഒരു ലോസ്റ്റ് ഫീലിംഗ് ആണ്. മറ്റുള്ളവരിൽ നിന്ന് മാറി ഏകാന്തനായി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയുന്ന ലോകം ഇപ്പൊ അവിടെ ഇല്ല. ദാറ്റ് നോ ലോങ്ങർ എക്സിസ്റ്റ്. അതിപ്പോ അവിടെ നിലനിൽക്കുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരുന്നത്. ഇത് നറേറ്ററിന്റെ മനസ്സിലുള്ള ഡിസ്പ്ലേസ്മെന്റും കൺഫ്യൂഷനും തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. There is no reference to the name of the character or the locale of the story. What would be the reason for this? അപ്പൊ ഇതില് കഥാപാത്രത്തിന്റെ പേരും ആ സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? The author keeps the character and setting unnamed to make the story universal. ഈ കഥയിലെ കഥാപാത്രത്തിനും സെറ്റിങ്ങിനൊന്നും പേര് കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഈ കഥ യൂണിവേഴ്സൽ ആണ്, എല്ലാവരിലും ഉള്ളൊരു കാര്യമാണത്. The narrator represents every human being and the experiences described can apply to people everywhere regardless of their culture, place or background. എന്താ കാരണം? യൂണിവേഴ്സലി ലോകത്തിലെ എല്ലാവരിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു സംസ്കാരമോ ഭാഷയോ സ്ഥലമോ അവരുടെ ജീവിത സാഹചര്യം ഒന്നും ബാധിക്കുന്നില്ല. എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ സമയത്തിന്റെ കടന്നുപോക്ക്. അതുകൊണ്ടാണ് ഈ കഥയിലെ നറേറ്റർ കഥാപാത്രത്തിനും ലൊക്കാലിറ്റിക്കൊന്നും പേര് നൽകാത്തത്. ഈ കഥയിലെ കഥാപാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ ഹ്യൂമൻ ബീങ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ ആണ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് അവസാനത്തെ ചോദ്യമാണ്. The story begins with the narrator holding his father's hand and ends with him holding the boy's hand. കഥ തുടങ്ങുമ്പോൾ നറേറ്റർ അച്ഛന്റെ കൈയാണ് പിടിക്കുന്നതെങ്കിൽ കഥ അവസാനിക്കുമ്പോൾ ഒരു യങ് ബോയുടെ കൈയാണ് പിടിക്കുന്നത്. ഡു ദീസ് ആക്ഷൻസ് സിംബലൈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്? മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള എന്തെങ്കിലും ആസ്പെക്ട് ആണോ ഇത് കാണിക്കുന്നത്? വൈ ഇസ് ദ നറേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻസ്? ഈ രണ്ട് സിറ്റുവേഷൻസിലും നറേറ്റർ ഹാപ്പി ആണോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. യെസ്, these actions symbolize the cycle of human life and the fact that people depend on others at different stages of life. എന്താണ് ഇത് കാണിക്കുന്നത്? മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു സൈക്കിളാണ് അല്ലെ? മനുഷ്യ ജീവിതത്തിന്റെ സൈക്കിളിലെ തുടക്കത്തില് ബാല്യകാലത്ത് നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഓൾഡ് ഏജും. അവിടെയും നമുക്ക് മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമാണ്. As a child, the narrator depends on his father for guidance and protection. കുട്ടിയായിരിക്കുമ്പോൾ സംരക്ഷണത്തിനും നിർദ്ദേശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടി അച്ഛനിലാണ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്. ഇൻ ഓൾഡ് ഏജ് ഹി ഡിപ്പെൻഡ്സ് ഓൺ എ യങ് ബോയ് ഫോർ ഹെൽപ്പ്, ഷോയിങ് ഹൗ ലൈഫ് കംസ് ഫുൾ സർക്കിൾ. വാർദ്ധക്യത്തില് ഒരു യങ് ബോയിലാണ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് ലൈഫ് കംപ്ലീറ്റ് ആയിട്ടൊരു സർക്കിളായിട്ട് വരുന്നതാണ്. The narrator is not equally happy in both situations. At the beginning, he feels fearful and reluctant
though he has the security of his father's presence. രണ്ട് സിറ്റുവേഷൻസിലും നറേറ്റർ അത്രയും ഹാപ്പി ഒന്നുമല്ല. തുടക്കത്തില് ഒരു പേടിയും ഒരു മടിയൊക്കെ ഉണ്ട്. അച്ഛന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും സംരക്ഷണം ഉണ്ടെങ്കിലും തുടക്കത്തിൽ സ്കൂളിൽ പോകാനൊക്കെ ഒരു ഭയ കുട്ടിക്കുണ്ട്. അറ്റ് ദ എൻഡ് ഹി ഫീൽസ് കൺഫ്യൂസ്ഡ്, ഷോക്ക്ഡ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ചേഞ്ചസ് അറൌണ്ട് ഹിം. അവസാനം വരുമ്പോഴും എന്താണ്, ചുറ്റുള്ള മാറ്റത്തില് അവന് കൺഫ്യൂഷൻ ആണുള്ളത്. ബട്ട് ഹി റിസീവ്സ് കൈൻഡ്നസ് ആൻഡ് സപ്പോർട്ട് ഫ്രം ദ യങ് ബോയ്. പക്ഷെ യങ് ബോയിൽ നിന്ന് ഒരു ഹെൽപ്പും പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ദസ് the two scenes symbolize the journey from childhood to old age and the enduring human need for care, guidance and companionship. ഈ രണ്ട് സീൻസും മനുഷ്യന്റെ ജീവിതത്തിന്റെ യാത്രയെയാണ് കാണിക്കുന്നത്. ബാല്യകാലത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള യാത്രയിലാണ്. ഒരു കൂട്ടിനും സഹായത്തിനൊക്കെയുള്ള മനുഷ്യന്റെ ആവശ്യത്തെയും ഈ രണ്ട് സീൻസിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസും അവസാനിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഈ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.